എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വന്ന വീഡിയോ ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും കുറച്ച് പേരെങ്കിലും കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായി പുതിയ സ്ഥലത്ത് എത്തിയിട്ട് ഇപ്പോൾ ഇതൊരു റെൻറ്റഡ് ഹൗസാണ്. ഞങ്ങളത് നമ്മുടെ കിച്ചൺ ഒരാഴ്ചയായി അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പുതിയ കിച്ചൺ വൈറ്റാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ കെയർഫുള്ളായി സൂക്ഷിക്കുകയാണെങ്കിൽ നീറ്റായി തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഗ്യാസ് കണക്ഷൻ തൽക്കാലം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെച്ചാണ് നമ്മൾ ഒരാഴ്ചയായി മാനേജ് ചെയ്യുന്നത്. പാത്രം കഴുകാനുള്ള സിങ്ക്. അപ്പോൾ ഇവിടുന്ന് പാത്രം കഴുകി ഞാൻ ഈ ഒരു കോർണറിൽ ഒരു ബേസിൻ വെച്ചിട്ടുണ്ട്. പാത്രം കഴുകി ഇതിലോട്ടാണ് വയ്ക്കുന്നത്. വെള്ളം വാർന്ന് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അകത്തുള്ള ക്യാബിനറ്റുകളിലോട്ട് മാറ്റാം. പിന്നെ മിക്സിയുടെ പോയിൻ്റ്, പിന്നെ ഓവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിക്സിയുടെ പോയിൻറ്റും ഓവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് പല പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, പാത്രങ്ങൾ. പിന്നെ താഴെ പാനിൻ്റെ ഒരു സെക്ഷൻ. പിന്നെ ഇവിടെ ഓയിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും ഒന്ന് ഇട്ട് വയ്ക്കുന്നത് നന്നായിരിക്കും, കൂടുതൽ അഴുക്കാവാതിരിക്കും. ആവശ്യമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, സിസർ, നൈഫ്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഒരു സെക്ഷനിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സിപ്പ് ലോക്ക് കവറ്, റബ്ബർ ബാൻഡ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു വലിപ്പിൽ വെച്ചിട്ടുണ്ട്. അടുത്തത് താഴെ ഒരു അറയാണ്. അതിലും ഇതുപോലെ ഞാൻ ചെറിയ പാത്രങ്ങൾ, സ്പൂണ്, തവി, അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അറകളുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ സ്പൂണൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടതിന് ശേഷമാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്പൂണോ നൈഫോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അടിഭാഗത്തുള്ള ആ ഒരു ക്യാബിനറ്റ് നമുക്ക് തുറക്കാൻ പറ്റാതെ വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു ഷീറ്റ് ഇട്ടതിന് ശേഷം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറയിൽ പ്ലേറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അറയിലും കുറേ പാത്രങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാബിനറ്റിൽ ഞാൻ കുറച്ച് കുൽഫി മോൾഡ്സ്, പിന്നെ പോപ്സിക്കിൾ മോൾഡ്സ്, അങ്ങനെയുള്ളത് കുറച്ച് പാത്രങ്ങൾ അതൊക്കെ ഇവിടെ ഈ ഒരു ക്യാബിനറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സ്ഥാനം ഇവിടെയാണ്. അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ചെറിയ കേടുപാടൊക്കെ പറ്റി ഒരു ചെറിയ അതിൻ്റെ കാലിന് ചെറിയൊരാട്ടമുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സെക്ഷനിൽ ഞാൻ ബേക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കേക്ക് ട്രേസ്, കപ്പ് കേക്ക് മോൾഡ്, പിന്നെ മെഷറിംഗ് കപ്പ്, സ്പൂണ്, നൈഫ്, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വെച്ചിരിക്കുന്നത്.
പഞ്ചസാര, തേയില, പാൽപ്പൊടി, ഗോതമ്പ് പൊടി അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒഴിഞ്ഞ നെയ്യിൻ്റെ കുപ്പി, കാപ്പിപ്പൊടിയുടെ കുപ്പി അങ്ങനെയുള്ളതൊക്കെ കളയാതെ അത് ക്ലീൻ ചെയ്തെടുത്താണ് ഞാൻ മിക്കവാറും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇടാനായി ഉപയോഗിക്കുന്നത്. പൊട്ടിക്കാത്ത സാധനങ്ങളൊക്കെ ഒരു സെക്ഷനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനെടുത്ത് പൊട്ടിച്ച് നമ്മുടെ ടിന്നിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനവും. അപ്പോൾ ഇവിടെയായിട്ട് ഈ ഒരു കോർണറിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീൻ കൊണ്ടുവരുമ്പോൾ ഭാഗ്യത്തിന് ഒരു കുഴപ്പവും പറ്റാതെ തന്നെ എത്തിക്കാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അടിഭാഗത്ത് ഫ്ലോറിൽ തൊടാതെ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ വെക്കാൻ പറ്റും. കിച്ചൻ്റെ വേറൊരു ഏരിയ ആണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രെഡ് ടോസ്റ്റർ, തെർമോ കുക്കർ, അതുപോലെ സ്റ്റീമർ അങ്ങനെയുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് 1 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അത് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, ബജിക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ചട്നി ഇത് നമുക്ക് എളുപ്പത്തിൽ 1 മിനിറ്റിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബിസി ഡേയ്സിൽ നമുക്ക് സാമ്പാറും ചമ്മന്തിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 1 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്കിനി സ്ലൈസ് ചെയ്ത് എടുക്കാം. സവാള അരിഞ്ഞെടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു പകുതി നാരങ്ങ, പിന്നെ വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ച് എടുക്കാം. ഇനി പുളിക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗർ ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വാളം പുളി വേണമെങ്കിലും ഒഴിക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര് എന്നിവ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നല്ലപോലെ ഇത് നല്ലപോലെ അരച്ച് എടുത്തു. ഇനി വേണമെങ്കിൽ ഒരല്പം കറിവേപ്പില ഒന്ന് വെറുതെ ഒന്ന് പിച്ച് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കറിവേപ്പില അരയ്ക്കണമെന്നില്ല, വെറുതെ ചെറുതായിട്ടൊന്ന് കീറി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇനി വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഇത് വേണമെങ്കിൽ കടുക് വറുത്തും എടുക്കാം. ഇപ്പോൾ ഞാനിതൊരു ഈസി മെത്തേഡ് ആയതുകൊണ്ട് കടുക് വറുക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.